കൂട്ടിയാലാണ് നമുക്ക് ഇതിൻ്റെ സമ്മ് 91 കിട്ടുക എന്നാണ് ചോദ്യം. അപ്പോൾ സമ്മ് കാണുന്ന ഇക്വേഷൻ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ചാപ്റ്ററിൽ. സം ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. x1 ഫസ്റ്റ് ടേമാണ്, xn നമുക്കറിയില്ല. xn കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ അറിയാം, algebraic expression അല്ലേ. xn is equal to dn plus f minus d. അപ്പോൾ അത് കൊടുക്കുകയാണ്. dn plus f minus d ആണ് അല്ലേ. xn is equal to dn, ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 4. 4n പ്ലസ് എഫ് 1 മൈനസ് d വീണ്ടും 4. അപ്പോൾ 4n 1 മൈനസ് 4 അല്ലേ. അപ്പോൾ 4ൽ നിന്നും 1 കുറച്ച് വലിയ സംഖ്യയുടെ സൈന് മൈനസ് ആണ്. അപ്പോൾ ആൻസറിൽ എന്ത് വരണം? മൈനസ് ആണ്. -3. അപ്പോൾ 4n മൈനസ് 3. ഇതാണ് xn. ഈ xn നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുക്കുക. n/2 x1 അവിടെ 1 പ്ലസ് xn 4n മൈനസ് 3 4n മൈനസ് 3. ഇതിനെ n/2 അതുപോലെ എഴുതി 1 മൈനസ് 3 പറയുമ്പോൾ എന്താ വരിക? -2 അല്ലേ. അപ്പോൾ -2 എഴുതുന്നതിന് മുന്നേ 4n കൊടുക്കാം. 4n മൈനസ് 2. ഇനി ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യുക. ഓരോ ടേംസിനെ നമ്മൾ എന്ത് ചെയ്യുക? n/2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. n/2 ഇൻറ്റു 4n മൈനസ് n/2 ഇൻറ്റു 2. n/2 ഇൻറ്റു 4n 4 2 പ്രാവശ്യം 2 ഇൻറ്റു n ഇൻറ്റു n 2n സ്ക്വയർ മൈനസ് 2 ഇവിടെയുണ്ട് 2 ഇവിടെയും ക്യാൻസലായി മൈനസ് n ആണ്. 2n സ്ക്വയർ മൈനസ് n അതാണ് നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? 91 അല്ലേ. അതായത് ടേംസിൻ്റെ തുക. അതെന്ന് പറയുന്നത് സമ്മെന്ന് പറയുന്നത് 91. ഈ 91 ഇങ്ങോട്ട് കൊടുക്കുക. 2. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതുമ്പോൾ 2n സ്ക്വയർ മൈനസ് n മൈനസ് ഇവിടെ സമത്തിന് പുറത്ത് 91 മൈനസ് 91 സമം 0 എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇവിടെ ഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ 2n സ്ക്വയർ മൈനസ് n മൈനസ് 91 എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടി. നമ്മളിനി എക്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്കറിയാം, അതിലേക്ക് കൊടുക്കുക. എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് പി പ്ലസ് ഓർ മൈനസ് ബി റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇതിൽ എ പറയുന്നത് 2 ആണ് അല്ലേ. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 2, ബി ഈസ് ഈക്വൽ ടു മൈനസ് n ആണ്. അപ്പോൾ -1, സി ഈസ് ഈക്വൽ ടു -91. ഇനി നമ്മളിതിൽ ഈക്വേഷൻ്റെ അപ്ലൈ ചെയ്യാം അല്ലേ. മൈനസ് ബിക്ക് പകരം എന്ത് കൊടുക്കാം? മൈനസ്, പിന്നെ അതാ ഈ മൈനസ് ഇതിലത്തെ ഒരു -1 പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ -1 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ 2 ആണ്. 2c എത്രയാണ്? -91. ഇതിനെ റൂട്ട് ഓഫ് ആണ് ബൈ 2 ഇൻറ്റു 2 4. അപ്പോൾ -1 അതായത് +1 ആയിട്ട് മാറി. +1 പ്ലസ് ഓർ മൈനസ് 1ൻ്റെ സ്ക്വയർ 1, പിന്നെ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ 700 4 8 91 ഇൻറ്റു 4 91 ഇൻറ്റു 8 728 അല്ലേ. അപ്പോൾ 1 പ്ലസ് 728 ബൈ 4. ഇത് റൂട്ടിലാണ്. അപ്പോൾ 728 പ്ലസ് 1 729. അപ്പോൾ 1 പ്ലസ് ഓർ മൈനസ് 729 ബൈ 4 റൂട്ടിൽ. അപ്പോൾ 1 പ്ലസ് ഓർ മൈനസ് 729
27 ഇൻറ്റു 27 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 729 കിട്ടും. അപ്പോൾ 27/4. അപ്പോൾ ഒരു പ്രാവശ്യം നമുക്കിതിനെ പ്ലസ് ചെയ്യാം അല്ലേ? 1 + 27/4. അപ്പോൾ 28/4. 7 4 28. അപ്പോൾ 7. അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം? 1 - 27/4. അപ്പോൾ 27 - 1 ചെയ്തിട്ട് അപ്പോൾ 26. വലിയ സംഖ്യയുടെ സൈൻ മൈനസ് ആണ്, ആൻസറിൽ മൈനസ്. അപ്പോൾ 26 4 ഹരിച്ചാൽ 26 4 6 4 24 അല്ലേ? 2 6.5. ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ട്. അപ്പോൾ ഇതിലും ആൻസർ ഏതെങ്കിലും ഹരണ ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് മൈനസ് ഉണ്ടെങ്കിൽ ആൻസറിൽ മൈനസ് വരും. അപ്പോൾ ഒരു 6.57. അപ്പോൾ നെഗറ്റീവ് വരില്ല സമ്മായിട്ട്. അപ്പോൾ നമ്മൾ എത്ര ടേംസ് കൂട്ടിയാൽ ആദ്യത്തെ 7 ടേംസ് ഇപ്പോൾ 1 5 9 ഇങ്ങനെ എഴുതി പോകുന്ന ഇതിൻ്റെ അടുത്ത സീക്വൻസിൻ്റെ 7 ടേംസ്, അതായത് 1 5 9 ഇങ്ങനെ 7 എണ്ണം കൂട്ടിയാൽ 7 ടേംസ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ സമ്മായിട്ട് 91 കിട്ടും. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് വരിക 7. ആദ്യത്തെ 7 ടേംസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ആൻസർ ഇവിടെ ശരിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കിയാൽ ഇതുപോലെ എല്ലാവർക്കും കിട്ടാവുന്നതാണ്. പിന്നെ മൈനസ് എടുക്കാൻ പാടില്ല. നമ്മൾ ഏതാണോ അതിൽ പോസിറ്റീവ് വരുന്നത് അതാണ് എടുക്കുക. അപ്പോൾ ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അതിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. അപ്പോൾ ഒരു ചോദ്യം, ഒരു 28 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കമ്പിയുണ്ട്. അത് വളച്ച് നമ്മൾ ഒരു ചതുരം ഉണ്ടാക്കണം. അതിൻ്റെ വികരണത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അതായത് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഡയഗണൽ, അതായത് ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, അതിനെ ഒരു റോഡ് വളച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് അതിൻ്റെ പെരിമീറ്റർ ആണ് തന്നിട്ടുള്ളത് എന്ത്? 28 എന്ന് പറയുന്നത് അല്ലേ? അതായത് ഇവിടെ ഡയഗണൽ 8 ആണ്, 8 സെൻറ്റിമീറ്ററും പിന്നെ അതിൻ്റെ പെരിമീറ്റർ, അതായത് ഇത് മൊത്തത്തിൽ ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് 28. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ, അതിൻ്റെ ചുറ്റളവാണല്ലോ തന്നിട്ടുള്ളത്. പെരിമീറ്റർ = എത്രയാണ്? 28. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 2 × L + B അല്ലേ? അതിൻ്റെ പെരിമീറ്റർ കാണുന്ന ഇക്വേഷൻ എന്താ? 2 × L + B = എത്രയാണ്? 28. അപ്പോൾ L + B എന്ത് വരും? 28/2 സമം എന്ത് കിട്ടും? 14. അതായത് L + B = നമുക്ക് എന്ത് കിട്ടും? 14. അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും പാടെ കൂട്ടിയാൽ എന്ത് കിട്ടണം? 14. അപ്പോൾ ഇത് എക്സ് ആക്കി എടുത്താൽ, അതായത് ലെങ്ത്ത് എക്സ് ആക്കി എടുത്താൽ ബ്രെഡ്ത്ത് എന്താ വരിക? 14 - x അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? നമുക്കിവിടെ പൈതഗോറസ് ഇക്വേഷൻ എടുക്കാൻ പറ്റും. എങ്ങനെ? എന്താണ്? ബേസ് സ്ക്വയർ + altitude സ്ക്വയർ = എന്താണ്? ഹൈപ്പോട്ടനിയസ് സ്ക്വയർ ആണ്, നമുക്കറിയാം. അതിവിടെ കൊടുക്കാൻ പോവുകയാണേ. അതായത് ബേസ് സ്ക്വയർ x² + altitude സ്ക്വയർ 14 - x² സമം എന്താണ്? ഹൈപ്പോട്ടനിയസ് സ്ക്വയർ. ഹൈപ്പോട്ടനിയസ് എത്രയാണ്? 8 സ്ക്വയർ. അപ്പോൾ x². അതുപോലെ ഇത് a - b ഹോൾ സ്ക്വയർ ഫോമിലാണ്. അപ്പോൾ അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. അതായത് a² 14 സ്ക്വയർ 14 × 14 196. പിന്നെ 14 × 2 × -x. അപ്പോൾ -28
എക്സ് പ്ലസ് മൈനസ് ഇൻറ്റു മൈനസ് എക്സ് ആണല്ലേ, അപ്പോൾ ഇവിടെ പ്ലസ് എക്സ് സ്ക്വയർ സമം 8 ഇൻറ്റു 8ൻ്റെ സ്ക്വയർ 64. അപ്പോൾ എക്സ് സ്ക്വയർ അതുപോലെ എഴുതാം, എക്സ് സ്ക്വയർ പിന്നെ എക്സ് സ്ക്വയർ മൈനസ് 28x. ഇത് എക്സ് സ്ക്വയർ കഴിഞ്ഞാൽ ഒരു എക്സ് ആണ് വേണ്ടത്, അപ്പോൾ ഈ മൈനസ് 28x ഇങ്ങോട്ട് എടുക്കാം. 28x ഈ 196 ഇവിടെ ഉണ്ട്, ഇത് ഇങ്ങോട്ട് വരുമ്പോൾ 196 മൈനസ് 64 4 2 9 32 132 അല്ലേ. അപ്പോൾ പ്ലസ് 132 നമുക്കൊരു ഇക്വേഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊരു വലിയ ഇക്വേഷനാണ്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ. അപ്പോൾ ഇതിന് നമ്മൾ ഒന്ന് എന്ത് ചെയ്യാം, ഒരു എക്സ് സ്ക്വയർ ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഇവിടെ വരണ്ടല്ലോ, ഇതിനെ ഒന്ന് 2 വെച്ചിട്ട് ഇതിനൊന്ന് ചെറുതാക്കാൻ ഹരിച്ചു കൊടുക്കാം. അപ്പോൾ 2x സ്ക്വയറിന് ഒരു 2 പോയാൽ ബാക്കി എക്സ് സ്ക്വയർ 28നെ 2 ഹരിച്ചാൽ മൈനസ് 14x പ്ലസ് 132നെ 2 ഹരിച്ചാൽ 13 6 ബാക്കി 1 12 66 സമം 0 എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടിയിട്ടുണ്ട്. എക്സ് സ്ക്വയർ മൈനസ് 14x പ്ലസ് 66 എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടിയിട്ടുണ്ട്. ഇനി എക്സ് കാണാൻ വേണ്ടിയിട്ട് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇതിൽ a is equal to x square അപ്പോൾ 1, b is equal to minus 14, c is equal to 66. ഇക്വേഷൻ കൊടുക്കാം. മൈനസ് ബി മൈനസ് 14 പ്ലസ് ഓർ മൈനസ് 14 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ 1 ഇൻറ്റു 66 ബൈ 2 ഇൻറ്റു 1 2. അപ്പോൾ റൂട്ട് ഓഫ് മൈനസ് വന്നു അല്ലേ. അപ്പം 14 പ്ലസ് ഓർ മൈനസ് 14 ഇൻറ്റു 14 196 അല്ലേ. 14 ഇൻറ്റു 14 196 സ്ക്വയർ സോറി 196 മൈനസ് 66 ഇൻറ്റു 4 24 264 264 അപ്പോൾ 264 ബൈ 2 196 മൈനസ് 264. അപ്പോൾ 264 196 പേർക്ക് 68. അപ്പം നമുക്കിവിടെ എന്ത് കിട്ടും, 14 പ്ലസ് ഓർ മൈനസ്, അതായത് വലിയ സംഖ്യയുടെ ചിഹ്നം മൈനസ് ആണ്. അപ്പോൾ ഇവിടെ ആൻസറിൽ മൈനസ് 68/2 കിട്ടും. അതായത് ഇതിൻ്റെ റൂട്ടിന് -6 വന്നിട്ടുള്ളത്. അതായത് ബി സ്ക്വയർ മൈനസ് 4ac ഇവിടെ നെഗറ്റീവാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിന് സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. കാരണം ഇത് വെച്ചിട്ട് ഇതിനർത്ഥം ഈ പറഞ്ഞ അളവിൽ നമുക്ക് എന്ത് വരക്കാൻ പറ്റില്ല, റെക്റ്റാങ്കിൾ മേക്ക് ചെയ്യാൻ പറ്റില്ല, അതായത് ഉണ്ടാക്കാൻ പറ്റില്ല. ഈ 8 സെൻറ്റിമീറ്റർ ഡയഗണലും 28 പെരിമീറ്ററുമായി 28 സെൻറ്റിമീറ്റർ പെരിമീറ്ററായിട്ട് നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു റെക്റ്റാങ്കിൾ ഇവിടെ ഫോം ചെയ്യാൻ പറ്റില്ല. വി കനോട്ട് മേക്ക് റെക്റ്റാങ്കിൾ വിത്ത് ഡയഗണൽസ് 8 സെൻറ്റിമീറ്റർ എന്ന് എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ നമുക്ക് സൊല്യൂഷനോ കണ്ടെത്താൻ പറ്റില്ല. അതിൻ്റെ ലെങ്ത്തോ ബ്രെഡത്തോ നമുക്ക് ഇവിടെ കണ്ടെത്താൻ കഴിയുകയില്ല. ഇതോടുകൂടി ആ ഭാഗത്തെ ഇനി 2 ക്വസ്റ്റ്യനും കൂടി അത് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അത് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അത്
അപ്പോൾ ഈ ക്ലാസ് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.